ഹലോ, നമുക്കിന്നേ സാറ്റിൻ റിബണിൻ്റെ ഹെഡ് ബാൻഡിൽ കുറച്ച് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു വർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു സൂചി നൂലെടുത്തിട്ട് ഇതിൽ കോർത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്കിത് കുറച്ച് ബീഡ്സ് എടുക്കാം കേട്ടോ. പല കളറിലെ ബീഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ചെറിയ ബീഡ്സിൽ ഗോൾഡൻ കളറിലെ ചെറിയ ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ ആദ്യം കോർക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ റിബണായിട്ട് ഹെഡ് ബാൻഡിലുള്ള റിബണായിട്ട് നമുക്കൊന്ന് ഉറപ്പിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇതുപോലെ 2 ബ്ലൂ കളറിലെ ബീഡ്സും അതിൻ്റെ നടുക്ക് ചെറിയൊരു ഗോൾഡൻ ബീഡ്സും എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി നീഡിൽ കടത്തി നമുക്ക് സൂചി വലിക്കാം. കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ആ ഒരു നീല ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയതിന് ശേഷം ഗോൾഡൻ ബീറ്റിൻ്റെ ആ രണ്ടാമത് നമ്മൾ കോർത്ത ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി സൂചി പാസ് ചെയ്യുക. കണ്ടോ, നല്ല ടൈറ്റായിട്ട് പിടിക്കുക കേട്ടോ. ഇത് ഇങ്ങനെ ലൂസായി പോവും. അതിന് ശേഷം 2 ഗോൾഡൻ ബീഡ്സ്, അതിൻ്റെ നടുക്കൊരു റെഡ്, കുറച്ചുകൂടി വലിയ ടൈപ്പാട്ടോ, റെഡ് ബീറ്റും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മുകളിലത്തെ ഗോൾഡൻ ബീറ്റിൽ കൂടി തന്നെ സൂചി പാസ് ചെയ്ത് കൊണ്ടുവരാം. കണ്ടോ, ഇപ്പോൾ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്താലും പിന്നെ അത് ലൂസായി പോകും. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യും തോറും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി 2 ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി നമുക്കിത് ഇതുപോലെ നീഡിൽ പാസ് ചെയ്യാം. അങ്ങനെ പാസ് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ, നമ്മൾ ആകെ 6 ഗോൾഡൻ ബീറ്റ് എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് ആ റെഡ് ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി നീഡിൽ പാസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് ഈ ഗോൾഡൻ 6 എണ്ണം എടുത്തതിനകത്ത് 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ നീഡിൽ പാസ് ചെയ്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഗോൾഡൻ ബീറ്റ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 3 എണ്ണം 6 എണ്ണം എടുത്തതിൽ അടുത്ത 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് കയറ്റണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഒരു റിബണിലൊന്ന് ജസ്റ്റ് ഒന്ന് തുന്നിക്കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ മാറിക്കളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ബാക്കി ബാലൻസുള്ള 3 ഗോൾഡൻ ബീഡ്സിലേക്ക് നീഡിൽ പാസ് ചെയ്തു. ഇനി നോക്കിക്കേ, ആ അപ്പുറത്തിപ്പുറത്തേയും സൈഡിലായിട്ടൊരു വിടവ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും ഓരോ ബീറ്റും ഇതിടാം. കണ്ടോ, ഒരു ബീറ്റ് എടുക്കുക. ഒരു ബീറ്റ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ താഴത്തെ ആദ്യം നമ്മൾ 2 വെച്ചിട്ട് അതിൻ്റെ നടുക്ക് റെഡ് ബീറ്റ് വെച്ചിട്ട് ചെയ്തായിരുന്നില്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, അതിൻ്റെ ആ ഒരു 2 എണ്ണത്തിൻ്റെ ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടിയും പിന്നെ ആ നടുക്കത്തെ ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടിയും അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലെ 2 ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടിയും നമുക്ക് നീഡിൽ പാസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 2 ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്തു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും ഒരു വിടവ് പോലെയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗോൾഡൻ ബീറ്റ് കൂടി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ പാസ് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ ഓക്കെ, ഇനി കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനാണ് കേട്ടോ. അടുത്തത് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 2 ബ്ലൂവും അതിൻ്റെ നടുക്കിൽ ഒരു ഗോൾഡനും വെച്ചിട്ട് മുകളിലത്തെ ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ആ ബ്ലൂവിൻ്റെ ഉള്ളിൽ കൂടിയും ഒരു ബ്ലൂവിൻ്റെ ഉള്ളിൽ കൂടിയും ഒരു ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടിയും നമുക്കിത് ഇതുപോലെ നീഡിൽ പാസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ടുള്ളൂ. ഇനി ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പാസ് ചെയ്യും. പാസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിത് ആ റിബണോട് ചേർത്ത് വെച്ച് നമുക്ക് നീഡിൽ പാസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ ഇത് ഫിറ്റായിട്ട് ഇരുന്നോളും. അതിനുശേഷം ഒന്നുകൂടി നമുക്ക് ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടി
നമുക്ക് ദേ കണ്ടോ ഇതുപോലെ ഒന്ന് റിബണിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി നീഡിൽ പാസ് ചെയ്യാം. ഇനി അത് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ റെഡ് ബീറ്റാണ് എടുത്തത്. ഇതിപ്പോൾ വൈറ്റ് ബീറ്റ് എടുത്തിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ 2 ഗോൾഡൻ ബീറ്റിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ചെയ്തു. ഇനി 2 ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നീഡിൽ പാസ് ചെയ്യാം. ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്തു. ഇനി ആ വൈറ്റ് ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഇതുപോലെ നീഡിൽ പാസ് ചെയ്യാം. ഇനി നമുക്ക് കണ്ടോ 6 ഗോൾഡൻ ബീറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ ആ വൈറ്റ് ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നീഡിൽ പാസ് ചെയ്ത് കൊടുത്തപ്പോൾ അത് ഈ വൈറ്റ് ബീറ്റിൻ്റെ റൗണ്ട് ചെയ്ത് വന്നു. കണ്ടില്ലേ, ആ ഒരു ഭാഗം കൂടി ബീറ്റിനെ കവർ ചെയ്ത് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 3 ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി 3 ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ എടുക്കുക. നീഡിൽ പാസ് ചെയ്തതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അടുത്ത ഒരു ഗോൾഡൻ ബീറ്റ് എടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡിലെ 3 ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി നീഡിൽ പാസ് ചെയ്യാം. അപ്പോൾ നടുക്ക് ആ ഒരു ഗോൾഡൻ ബീറ്റ് ഫിറ്റായിട്ട് വരും. കണ്ടോ, ഇനി നമുക്ക് താഴത്തെ കണ്ടോ അതിൻ്റെ ആ 3 ബീറ്റിൻ്റെ സൈഡിലായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് വരുന്നിടത്ത് ഒരു ഗോൾഡൻ ബീറ്റ് ഇട്ടിട്ട് ഇനി ഇതിൻ്റെ താഴെ വരുന്ന ആ ഗോൾഡൻ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് നീഡിൽ പാസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗോൾഡൻ ബീറ്റും റിബണും കൂടി ഒരുമിച്ച് തുന്നാം. അപ്പോൾ ടൈറ്റായിട്ട് ഇരുന്നോളും. കണ്ടോ, ഇത് തന്നെ നമുക്കിനി റിപ്പീറ്റ് ചെയ്ത് പോകാം. അങ്ങനെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഹെഡ് ബാൻഡ് കിട്ടി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്